ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് പ്രിസത്തിന്റെ വർക്കിംഗ് ആണ്. എങ്ങനെയാണ് ഒരു പ്രിസം വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു പ്രിസമാണ്. പ്രിസം ഒരു ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതാണ്. സോ എങ്ങനെയാണ് ഒരു പ്രിസം വർക്ക് ചെയ്യുന്നത്? പ്രിസത്തിലേക്ക് ഒരു സൺലൈറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കളേഴ്സ് കമ്പൈൻ ചെയ്ത ഒരു ലൈറ്റ്, ഒരു ധവള പ്രകാശം എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, അപവർത്തനം സംഭവിക്കുന്നു. ഈ പോയിന്റിൽ അപവർത്തനം സംഭവിക്കുന്നു. അപവർത്തനം സംഭവിച്ചതിന് ശേഷം ലൈറ്റ് പല കളേഴ്സുകളായി സ്പ്ലിറ്റ് ആവുന്നു. ഇങ്ങനെ നേരെ പോകേണ്ട ലൈറ്റ് എന്ത് സംഭവിക്കുന്നു? പല കളേഴ്സിന്റെ അനുസരിച്ച്, പല ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ലൈറ്റിന് കളേഴ്സ് കിട്ടുന്നത് അതിന്റെ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. സോ ഈ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ലൈറ്റ് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ആവുന്നു. ഇതില് ഹൈ ഫ്രീക്വൻസിയുള്ള ലൈറ്റിനാണ് കൂടുതൽ വ്യതിയാനം സംഭവിക്കുക. അപവർത്തനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത് ഹൈ ഫ്രീക്വൻസി ലൈറ്റിനും ലോവർ വ്യതിയാനം സംഭവിക്കുന്നത് ലോ ഫ്രീക്വൻസി ലൈറ്റിനുമാണ്. ഒന്നുകൂടി പറയാം, ഒരു ധവള പ്രകാശത്തിൽ പലതരം കളേഴ്സ് ഉണ്ടാവും. അപ്പം സൺലൈറ്റ് നമ്മൾ പ്രിസത്തിലേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പലതരം കളേഴ്സ് ഉണ്ടാവും. നമുക്കതിന് വേണമെങ്കിൽ വിബ്ജിയോർ എന്ന രീതിയിൽ പറയാം. വിബ്ജിയോർ എന്ന് വെച്ചാൽ അതിലാകെ 7 കളേഴ്സ് ആണ് ഉള്ളത് എന്നതല്ല അർത്ഥം. ഈ ഒരു പാറ്റേണിലേക്കും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കളേഴ്സ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ആയിരിക്കും. പക്ഷേ യെല്ലോ കളേഴ്സിന്റെ തന്നെ ഡിഫറെന്റ് വേരിയന്റ് കളേഴ്സ് ഉണ്ടാവും. ഗ്രീനിന്റെ തന്നെ ഡിഫറെന്റ് വേരിയന്റ് കളേഴ്സ് ഉണ്ടാവും. ഗ്രീനിന്റെയും യെല്ലോയുടെയും ഇടയ്ക്കുള്ള കളേഴ്സ് ഉണ്ടാവും. ഇതൊരു സ്പെക്ട്രമാണ്. സ്പെക്ട്രം കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻസി വേരിയേഷനിൽ കളേഴ്സ് കാണപ്പെടും. വയലറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് റെഡ് വരെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി വേരിയേഷൻസ് ഉണ്ടാവും. ഓരോ ഫ്രീക്വൻസി മാറ്റത്തിനനുസരിച്ചും ഓരോ കളേഴ്സ് അവൈലബിൾ ആവും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിബ്ജിയോർ എന്ന് പറയുമ്പോൾ 7 കളേഴ്സ് അല്ല അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് കളേഴ്സ് ഇതിന്റെ ഇടയിൽ അവൈലബിൾ ആണ്. പക്ഷെ മനുഷ്യന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ 7 കളേഴ്സ് ആണ്. റെഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു സ്പെക്ട്രമാണ് ശരിക്കും. അത് തന്നെ പലതരം റെഡ് ഉണ്ട്. നല്ല ഡാർക്കിഷ് ആയ റെഡ് ഉണ്ട്, ലൈറ്റ് റെഡ് ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ്സ് ആണ്. ഡിഫറെന്റ് ആവൃത്തിയിലുള്ള പലതരം ആവൃത്തിയിലുള്ള റെഡ് ലൈറ്റ്സുകൾ ഉണ്ട്. റെഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രീക്വൻസി അല്ല ശരിക്കും, അതൊരു സ്പെക്ട്രമാണ്. ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. ആ ഓരോ ഫ്രീക്വൻസിയിലും നമുക്ക് ഓരോ ലൈറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, സോ വെൻ സൺലൈറ്റ് പാസ് ടു ദിസ് പ്രിസം, വാട്ട് ഹാപ്പൻസ്? ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത് ഹൈ ഫ്രീക്വൻസി ലൈറ്റിനായിരിക്കും. ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഹൈ ഫ്രീക്വൻസി ലൈറ്റിനും ലോ ഫ്രീക്വൻസി ലൈറ്റിന് കുറഞ്ഞ ഡീവിയേഷൻ ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഒരു പാറ്റേൺ. സോ ഇതിന് ഒരു വൈറ്റ് ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വൈറ്റ് ലൈറ്റില് എല്ലാതരം കളേഴ്സും അവൈലബിൾ ആയിരിക്കും. ഇതിലുണ്ടാവും. പക്ഷെ ഇത് ഒരു പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോൾ ഈ പ്രിസത്തിന്റെ ഈ ഒരു പോയിന്റിൽ വെച്ച് റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ലൈറ്റും ഒരേപോലെ അല്ല റിഫ്രാക്ട് ചെയ്യുക. ഹൈ ഫ്രീക്വൻസി ലൈറ്റിന് കൂടുതൽ ഡീവിയേഷനും ലോ ഫ്രീക്വൻസി ലൈറ്റിന് കുറഞ്ഞ ഡീവിയേഷനുമാണ് സംഭവിക്കുക. ഹൈ ഫ്രീക്വൻസി ലൈറ്റിന് കൂടുതൽ ഡീവിയേഷൻ, ലോ ഫ്രീക്വൻസി ലൈറ്റിന് കുറഞ്ഞ ഡീവിയേഷൻ സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ ഡീവിയേഷൻ സംഭവിക്കുന്നതുകൊണ്ട്
എന്തായി, ലൈറ്റ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് സ്പ്ലിറ്റ് ആയി. ഇതിന്റെ ഇടയ്ക്കൊക്കെ ലൈറ്റ് ഉണ്ടാവുക, ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ലൈറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി. സോ ഏറ്റവും അറ്റത്തുണ്ടാവുക വയലറ്റും റെഡിന്റെയും ഫ്രീക്വൻസിക്കുള്ള ലൈറ്റ് ആയിരിക്കും. വയലറ്റിനും റെഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയുള്ള ലൈറ്റ്സ് ആയിരിക്കും ഏറ്റവും അറ്റങ്ങളിൽ ഉണ്ടാവുക. കാരണം വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, ആസ് എ റിസൾട്ട് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ. റെഡിനാണ് കുറഞ്ഞ ഫ്രീക്വൻസി, അതുകൊണ്ട് കുറഞ്ഞ ഡീവിയേഷൻ. സോ ഇങ്ങനെയാണ് പ്രിസം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിസത്തിന് ഈ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഇവിടെയും ഈ പോയിന്റിലും ഈ രണ്ടാമത്തെ സർഫസിലും ഒന്നാമത്തെ സർഫസിലും റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ ഹാപ്പൻസ് ഇൻ ടു ഗ്ലാസ് സർഫസ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. സോ ഫസ്റ്റ് സർഫസിലും സെക്കൻഡ് സർഫസിലും എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും, അപവർത്തനം സംഭവിക്കും. അത് ഈ രണ്ട് സർഫസിലും അപവർത്തനം സംഭവിച്ച് കിട്ടുന്നതാണ് ഈ സ്പെക്ട്രം. ഈ സ്പെക്ട്രം വിബ്ജിയോർ എന്ന സ്പെക്ട്രം കിട്ടുന്നത് ആ രീതിയിലാണ്. അപ്പം പ്രിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും കൂടിയും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രിസത്തിന്റെ ഒരു സൈഡിലേക്ക് ലൈറ്റ് ഒരു ആംഗിളിൽ പതിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. ഒരു ആംഗിളിൽ തന്നെ പതിപ്പിക്കണം. ഈ പെർപെൻഡിക്കുലറിന്റെ ഡയറക്ഷനിൽ ലൈറ്റ് പാസ് ചെയ്യാൻ പാടില്ല. ഒരു ആംഗിളിൽ തന്നെ ലൈറ്റ് പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം സംഭവിക്കുള്ളൂ. അങ്ങനെ അപവർത്തനം സംഭവിക്കുമ്പോൾ ഹൈ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് കൂടുതൽ ഡീവിയേഷനും ലോ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് കുറഞ്ഞ ഡീവിയേഷനുമാണ് സംഭവിക്കുക. ഹൈ ഫ്രീക്വൻസി ലൈറ്റിന് കൂടുതൽ ഡീവിയേഷനും ലോ ഫ്രീക്വൻസി ലൈറ്റിന് കുറഞ്ഞ ഡീവിയേഷനും സംഭവിക്കുന്നു. ആസ് എ റിസൾട്ട് ഈ ലൈറ്റ് സ്പ്ലിറ്റ് ആവും. ഈ സ്പ്ലിറ്റായ ലൈറ്റ് രണ്ടാമത്തെ സർഫസിൽ ടച്ച് ചെയ്യുമ്പോൾ, ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ വീണ്ടും റിഫ്രാക്ഷൻ സംഭവിച്ച്, എന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? അവിടെ ഗ്ലാസിൽ നിന്നും എയറിലേക്കാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെ റിഫ്രാക്ഷൻ സംഭവിച്ച് ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോൾ, പുറത്തേക്ക് എമിറ്റ് ചെയ്യുമ്പോൾ, എയറിലേക്ക് എമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിബ്ജിയോർ എന്ന സ്പെക്ട്രം കിട്ടുന്നു. വയലറ്റ് മുതൽ റെഡ് വരെയുള്ള ലൈറ്റിന്റെ സ്പെക്ട്രം, മാറ്റം നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നു. അതാണ് പ്രിസത്തിന്റെ വർക്കിംഗ്. സോ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്, ഫ്രീക്വൻസി ഹൈ ആയ ലൈറ്റിന് ഡീവിയേഷൻ എന്തായിരിക്കും? ഡീവിയേഷൻ ഹൈ ആയിരിക്കും. ഫ്രീക്വൻസി ലോ ആണെങ്കിൽ ഡീവിയേഷൻ ലോ ആയിരിക്കും. ഡീവിയേഷൻ ലോ ആയിരിക്കും. ഇതാണ് ഇവിടെ നമ്മുടെ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യം. ഫ്രീക്വൻസി ഹൈ ആയ ലൈറ്റിന് ഡീവിയേഷൻ കൂടുതലും ഫ്രീക്വൻസി ലോ ആയ ലൈറ്റിന് ഡീവിയേഷൻ കുറവുമായിരിക്കും. നിങ്ങൾ ശരിക്കും പ്രിസം പഠിക്കുന്നതിന് മുമ്പേ റിഫ്രാക്ഷന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ഫ്രീക്വൻസി വേരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിഫ്രാക്ഷന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ലൈറ്റ് ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. സോ ആസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ് ഇൻക്രീസസ്, ഞാൻ ഈ ഇൻപുട്ട് ചെയ്യുന്ന ലൈറ്റ്, കൊടുക്കുന്ന ലൈറ്റ്, മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡീവിയേഷൻ കൂടും. സോ ഇത് ഫ്രീക്വൻസി കൂടിയ ലൈറ്റ് ആണ്, ഇത് ഫ്രീക്വൻസി കുറഞ്ഞ ലൈറ്റ് ആണ്. ഫ്രീക്വൻസി കൂട്ടുന്നതിനനുസരിച്ച് ഡീവിയേഷൻ കൂടിക്കൊണ്ടിരിക്കും. As the frequency increases, frequency of the input light increases, the deviation increases. As the frequency of the light increases, ചെയ്യുമ്പോൾ ഡീവിയേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഫ്രീക്വൻസി കുറയുമ്പോൾ ഡീവിയേഷൻ കുറയും. ഫ്രീക്വൻസി ഇൻക്രീസസ്, ഡീവിയേഷൻ ഇൻക്രീസസ്. ഫ്രീക്വൻസി ഡിക്രീസസ്, ഡീവിയേഷൻ ഡിക്രീസസ്. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ. ലൈറ്റിന്റെ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഈ റിഫ്രാക്ഷൻ. ആസ് ദ ഫ്രീക്വൻസി ഇൻക്രീസസ്, ഡീവിയേഷൻ ഇൻക്രീസസ്. ഫ്രീക്വൻസി ഡിക്രീസസ്, ഡീവിയേഷൻ ഡിക്രീസസ്. ഓക്കെ, സോ ഇത് ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് പ്രിസം വർക്ക് ചെയ്യുന്നത്. ഈ പ്രിസം വർക്കിംഗ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ റെയിൻബോ ഫോർമേഷൻ, മഴവില്ലിന്റെ ഫോർമേഷൻ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇഫ് യു നോ ഹൗ ദ പ്രിസം ഈസ് വർക്കിംഗ് വെരി വെൽ, then you can explain how a rainbow
ഈസ് ഫോമിങ്, അല്ലെങ്കിൽ ഒരു റെയിൻബോ ഫോർമേഷൻ, ദ ഫോർമേഷൻ ഓഫ് റെയിൻബോ ഈസി ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഈ സെയിം പ്രിൻസിപ്പിൾ ആണ് റെയിൻബോ ഫോർമേഷനും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രിസം വർക്ക് ചെയ്യുന്നത് റിഫ്രാക്ഷൻ മൂലമാണ്. ഫ്രീക്വൻസി വേരിയന്റ് ആയ ലൈറ്റ്സുകൾ ഇൻപുട്ടായി കൊടുക്കുമ്പോൾ റിഫ്രാക്ഷൻ പലതരത്തിലായിരിക്കും, ഡീവിയേഷൻ പലതരത്തിലായിരിക്കും. ആ ഒരു വേരിയേഷൻ കൊണ്ടാണ് അവിടെ പ്രിസത്തിന്റെ കൃത്യമായ വർക്കിംഗ് നടക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പ്രകാശ പ്രകീർണനം എന്നാണ് ഇതിന് പറയുന്നത്. ഈ പ്രകാശ പ്രകീർണനം സംഭവിക്കുന്നത് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം മൂലമാണ്. എന്താണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ? ആസ് ദ ഫ്രീക്വൻസി ചേഞ്ചസ് ദ ഡീവിയേഷൻ ചേഞ്ചസ്, ആസ് ഫ്രീക്വൻസി ഇൻക്രീസസ് ഡീവിയേഷൻ ഇൻക്രീസസ്, ആസ് ദ ഫ്രീക്വൻസി ഡിക്രീസസ് ഡീവിയേഷൻ ഡിക്രീസസ്. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ. അപ്പം ഇത് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു സെഷനിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.